ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇനി നമുക്ക് മുഖത്തുണ്ടാവുന്ന ചെറിയ ചെറിയ കുഴികൾ അതേപോലെ തന്നെ സ്കാർസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോം റെമഡി കാണാം കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഡെയിലി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കൂടുതലായിട്ട് ഈ ഓപ്പൺ പോസ് അതേപോലെ തന്നെ സ്കാർസ് ഒക്കെ വരുന്നത് ഓയിലി സ്കിൻ ഉള്ളവർക്കാണ്. അങ്ങനെയുള്ളവർ കൂടുതലായിട്ട് എന്താ പറയുക, നമ്മുടെ ഓയിലൊക്കെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഫേസ് പാക്ക്, ഫേസ് വാഷ്, ടോണർ ഇതൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഓപ്പൺ പോസ് ഒക്കെ മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ വലിയ വലിയ ഓപ്പൺ പോസ് അല്ലെങ്കിൽ വലുതായിട്ടുള്ള സ്കാർസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ടൊന്നും സാധിക്കില്ല കേട്ടോ. കുറച്ചധികം കാലം വേണം. അതേപോലെ തന്നെ അതിന്റെ ആ ഒരു ആഴം എന്ന് പറയുന്നത് നമുക്ക് കുറയ്ക്കാനായിട്ടേ സാധിക്കുള്ളൂ. ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ഹോം റെമഡിയിലൂടെ മാറ്റാനായിട്ടും സാധിക്കില്ല കേട്ടോ. മുഴുവനായിട്ട് നമ്മുടെ ഓപ്പൺ പോസ് അതേപോലെ തന്നെ സ്കാർസ് ഒക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ട്രീറ്റ്മെന്റ് എടുത്തേ മതിയാവും കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള ഇതേപോലെ ഹോം റെമഡീസ് ചെയ്യുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് അത് മാറി കിട്ടുന്ന വരില്ല, പക്ഷെ അതിന്റെ വലിപ്പം അതേപോലെ തന്നെ ആഴമൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മുട്ട നമുക്ക് മുഴുവനായിട്ട് വേണ്ട കേട്ടോ. ഇതിന് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം മുട്ടയുടെ വെള്ളം മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് മുട്ടയുടെ വെള്ളം മാത്രമാണ് കേട്ടോ ആവശ്യം. അപ്പം നമ്മൾ ഒരു മുട്ടയുടെ വെള്ളം മുഴുവനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫേസിലേക്ക് എത്രത്തോളമാണ് ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് അലോവേരയുടെ ജെല്ല്. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ അതെടുക്കാം. ഇനി നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടൊന്നും കിട്ടാനില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതായാലും കുഴപ്പമില്ല കേട്ടോ. ഫ്രഷ് ആയിട്ടാണ് ഉള്ളത് എപ്പോഴും നല്ലത്. ഇനി ഇതേ അലോവേരയുടെ ജെല്ല് നമുക്ക് ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടയുടെ വെള്ളയിലേക്ക് നമുക്ക് ഈ ഒരു അലോവേരയുടെ ജെല്ലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതും ഏകദേശം 2 ടേബിൾ സ്പൂണോളം അലോവേരയുടെ ജെല്ലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും ഈക്വലായിട്ട് എടുക്കാനായിട്ടും നോക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് പതപ്പിച്ചെടുക്കണം. അപ്പോൾ പതയണ വരെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നോക്കണം കേട്ടോ. ഈ ഒരു പാക്ക് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഫേസ് വാഷോ അല്ലെങ്കിൽ ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഏതൊരു പാക്കായാലും യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാക്ക് ഫുള്ളായിട്ട് നമ്മുടെ ഫേസിൽ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ഒരു ലെയർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഒരു ലെയറും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് പെട്ടെന്ന് ഡ്രൈ ആവുന്ന തരത്തിലുള്ള ഒരു പാക്കാണ് കേട്ടോ. ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു ലെയറും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ട് നമ്മുടെ ഫേസിൽ ഇതേപോലെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള മുട്ട നമ്മുടെ ഓപ്പൺ പോസൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട്, സ്കിന്ന് നന്നായിട്ട് ടൈറ്റ് ആവാനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇനി അലോവേര ആയാലും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, മുഖക്കുരു വന്ന പാടുകളാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഓപ്പൺ പോസൊക്കെ നല്ല രീതിക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, സ്കാർസ് ഉണ്ടെങ്കിലും അതും നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് അലോവേര. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നന്നായിട്ട് നമ്മുടെ ആ ഒരു ഓപ്പൺ പോസ് ആയാലും സ്കാർസ് ആയാലും മാറിക്കിട്ടാനായിട്ട് സഹായിക്കും. ഈ ഒരു പാക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് നമുക്കൊരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്ന തരത്തിലുള്ള ഒരു പാക്കാണ് കേട്ടോ. ഇനി ബാക്കിയുള്ളത് പാക്ക് ഇതേ കുറച്ചിരിക്കുന്നുണ്ട്. അത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം എപ്പോഴും തയ്യാറാക്കാനായിട്ട് മടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തയ്യാറാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഈ ഒരു പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതേ 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഇത് അബ്സോർവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ സമയം വെക്കുമ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ വലിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഉപയോഗിച്ച് നനച്ച് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്തിട്ടാണ് കഴുകി കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ ഈ ഒരു പാക്ക് മസാജ് ചെയ്തിട്ട് നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പാക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. കാലത്ത് വേണമെങ്കിൽ കാലത്തും ഉപയോഗിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ടാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നതെങ്കിൽ
വൈകിട്ടായാലും ഉപയോഗിക്കാവുന്നതാണ്. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതേപോലെ തന്നെ ഓപ്പൺ പോസ് കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന തരത്തിലുള്ള ഒരു പാക്കും കൂടിയാണ് കേട്ടത്. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം കേട്ടോ. ഒറ്റ യൂസിൽ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ചെറുതായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് നിങ്ങൾ ഒരു മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും ഇടവിടാതെ ഈ ഒരു പാക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. മുഖക്കുരു, അതേപോലെ തന്നെ മുഖക്കുരു വന്ന പാടുകൾ മാറുന്ന പോലെ എളുപ്പത്തിൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഓപ്പൺ പോസ് ആയാലും സ്കാർസ് ആയാലും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കില്ല. അതിനെന്തായാലും കുറച്ച് സമയമെടുത്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. അതേപോലെ തന്നെ ഓപ്പൺ പോസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ ഫേസ് എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2 നേരം നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീനാക്കി വെക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ 7 ദിവസം ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കി നോക്കാട്ടോ. അപ്പം നല്ല റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നന്നായിട്ട് ആ ഓപ്പൺ പോസ് കുറയ്ക്കാനായിട്ട് നമുക്ക് സഹായിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ സ്കാർസ് ആയാലും മാറ്റാനായിട്ട് സഹായിക്കും. ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള മുട്ടയായാലും അതേപോലെ തന്നെ അലോവേര ആയാലും നമ്മുടെ ഓപ്പൺ പോസിനൊക്കെ നന്നായിട്ട് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമില്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.